വൈപ്പിൻ മുനമ്പം മനുഷ്യച്ചങ്ങലയിൽ 1,00,000-ലധികം പേർ പങ്കാളികളായി. മുനമ്പത്ത് വഖഫ് അവകാശവാദത്തിന്റെ പേരിൽ റവന്യൂ അവകാശങ്ങൾ നഷ്ടപ്പെട്ട ഭൂ ഉടമകൾക്ക് റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വൈപ്പിൻ മുനമ്പം മനുഷ്യച്ചങ്ങലയിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ആദ്യ കണ്ണിയായി. സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലങ്കലും അഭിവന്യ പിതാവിനോടൊപ്പം ചേർന്നു. വൈപ്പിനിൽ ഫോർട്ട് വൈപ്പിൻ ഭാഗത്തു നിന്ന് ആരംഭിക്കുന്ന മനുഷ്യച്ചങ്ങലയിലാണ് ആർച്ച് ബിഷപ്പ് ആദ്യ കണ്ണിയായത്. മുനമ്പം വഖഫ് ഭൂമിയല്ല എന്ന സത്യം വഖഫ് ബോർഡും കേരള സർക്കാരും അംഗീകരിക്കണമെന്ന് വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അഭിപ്രായപ്പെട്ടു. വൈപ്പിൻ ജനത ആകമാനം ഫോർട്ട് വൈപ്പിൻ മുതൽ മുനമ്പം വരെ കൈകോർത്തു പിടിച്ച മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ്. മനുഷ്യച്ചങ്ങലയുടെ ഉദ്ഘാടന യോഗത്തിൽ വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ റൈറ്റ് റവറൻ ഡോക്ടർ ആന്റണി വാലങ്കൽ സന്ദേശം നൽകി. ഭരണഘടനയുടെ ആമുഖം ചൊല്ലിക്കൊടുത്തത് വരാപ്പുഴ അതിരൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ മാത്യു ഇലഞ്ഞിമിറ്റവും ദേശീയ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തത് കൊച്ചി രൂപതയുടെ വികാരി ജനറൽ മോൺസിഞ്ഞോർ ഷൈജു പടിയാരത്തുമായിരുന്നു. വൈപ്പിൻ പ്രത്യാശമാത ഇടവക വികാരി റവറൻ ഫാദർ ഫ്രാൻസിസ് പൂപ്പാടി മനുഷ്യച്ചങ്ങലയ്ക്ക് കൃതജ്ഞത അർപ്പിച്ച് സംസാരിച്ചു. മുനമ്പം ഭൂപ്രശ്നം പരിഹരിച്ച ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നതുവരെ അവർക്ക് വേണ്ടി പോരാടാൻ ഉണ്ടാകുമെന്ന് കോട്ടപ്പുറം ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തംവീട്ടിൽ പ്രഖ്യാപിച്ചു. വൈപ്പിൻകരയിലെയും കോട്ടപ്പുറം രൂപതയിലെയും ഇടവക സമൂഹങ്ങളിൽ നിന്നുള്ള 1,00,000-ലധികം ജനങ്ങളും ഹൈബീഡൻ MP എന്നിവരടക്കം രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലെ പ്രമുഖരും മനുഷ്യച്ചങ്ങലയിൽ പങ്കാളികളായി. പലയിടത്തും ചങ്ങല മനുഷ്യ മതിലായി. 100ഓളം വൈദികരും സന്യാസിനികളും ചങ്ങലയിൽ കണ്ണികളായെന്ന് കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ ഫാദർ പോൾ തുണ്ടിയിൽ, ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ ഒളിപ്പറമ്പിൽ, ജോയിന്റ് ജനറൽ കൺവീനർ എബി ജോൺസൺ തട്ടാരിപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു.